എടാ വിനോദേ, വെള്ളി മുങ്ങാന്ന് പറഞ്ഞ് സാധാരണ മുങ്ങി കൊടുത്ത് പറ്റിച്ചെന്ന്, അതും ഡോക്ടറെ. ഡോക്ടറാ? എടാ ഈ നാട്ടിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഡോക്ടർ വരെ പറ്റിക്കാണെങ്കിൽ എടാ ഞമ്മക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അതല്ല ഞാനും പറയുന്നത്. ഈ കാര്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? പിന്നല്ലാണ്ട്. അങ്ങനെയാണെങ്കിൽ പറ്റൊരാൾ എന്റെ അടുത്തുണ്ട്. ആളെ കയ്യിൽ പൂത്ത കാശും കൂടി ഉണ്ട്. പിന്നെ ആളൊരു സ്പോർട്സ്മാൻ കൂടിയാന്ന്. അയാളെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? മതി. ഓ നമുക്ക് ഒരു സ്പോർട്സ് കോച്ച് ആക്കാം. അത് ഇവിടെ ഒന്നല്ല, അങ്ങ് നാഗാലാൻഡില്. ഇപ്പൊ വിളിക്കുവാനാ ഇനി. എന്നാ പിന്നെ വിളിച്ചേക്കാം. എടാ വിമൽകുമാർ കേക്കേ, നീ എവിടെ ഉള്ളേ? നീ പെട്ടെന്ന് ഇങ്ങുവാ. നിന്റെ ജോലിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. നിനക്ക് പറ്റിയ ഒരാള് ഇവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് ഇങ്ങുവാ. പോയി. ഓക്കെ. എടാ നീ വിചാരിക്കുന്ന താപ്പകുപ്പിയൊന്നല്ല ഇത്. നാഗാലാൻഡ്. നീ കുറച്ച് ഡീസന്റ് ആയില്ലോ. കന്നഡെല്ലാം എടുത്തൊന്നു വെക്ക്. എടാ ഗഫൂറെ, നീ വേറൊന്നും പറയണ്ട. അടുത്ത ആഴ്ച ഓൻ ജോലി കയറിയിരിക്കണം. എനിക്കിവിടെ വേറൊരു ക്ലയന്റ് ഉണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. മോനെ 1.5 ലക്ഷം രൂപ മാസത്തിലൊരു സാലറി കിട്ടുമ്പോ സന്തോഷാവൂലേ? അതിനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ അടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്. എടാ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ഒന്ന് ലെവലാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് നീ ഒരു 10 ലക്ഷം രൂപ എനിക്ക് തരണം. നാഗാലാൻഡിൽ എനിക്കുള്ള പിടിപാട് പോലെ വേറെ ആയിരിക്കാം മോനെ ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ ഭാഗത്ത് ആ 10 ലക്ഷം രൂപന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനമാക്കണം. സാലറി കിട്ടുമോ? തിരിച്ച് സാലറി നിർബന്ധമായിട്ട് കിട്ടും. അത് മാസം കിട്ടും. ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ റെഡിയാക്കാം സാർ. ഉറപ്പല്ലേ? അപ്പൊ മോനെ ഓക്കെ, എല്ലാം പറഞ്ഞ അടുത്ത ആഴ്ച ജോലി കയറുന്നുണ്ടോ? ഓക്കെ. ബാക്കി 10 ലക്ഷം നീ 50 ലക്ഷം കോൺട്രാക്ട്. ഓക്കെ ശരി സാർ. എന്തായി? എടാ നല്ല ഒന്നാന്തരം പുളിങ്കൊമ്പടഞ്ഞ് കൊണ്ടെത്തുന്നേ. പൈസ കിട്ടുമോ? എടാ ഓന് അടുത്ത ആഴ്ച പൈസ കൊണ്ടെത്തനാന്ന് 10 ലക്ഷം. എടാ ഇത് നല്ല പരിപാടി. നമ്മളിത് ഇവിടെ തുടങ്ങുന്ന പരിപാടി. നീ അവന്റെ മുന്നിൽ കമാന്നൊരു അക്ഷരം ഉണ്ടല്ലേ? ഇനി കൊളാക്കരുത്. നമ്മളെ ഈ പരിപാടി ഇത് തുടക്കാം. ഇനി ഇവിടുന്ന് നമ്മളുണ്ടല്ലോ വെച്ചടി കേറ്റടാ.